ബ്രിട്ടൻ ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല. എന്നാൽ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി ഉൾപ്പെടെ പലതിൽ നിന്നും ബ്രിട്ടൻ പരിപൂർണമായും പിൻവാങ്ങിയിട്ടുമില്ല. രണ്ട് വഞ്ചിയിൽ കാലുവെച്ചുള്ള ഈ പരിപാടിയാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്നത്. ഇപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിലേക്ക് എത്തുന്നത്. ചെറുപ്രായത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന് നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദികളുടെ ഭാര്യയാകാൻ ഇറങ്ങിത്തിരിച്ച ഷമീബ ബീഗത്തിന്റെ കേസാണ് യൂറോപ്യൻ കോടതിയിലേക്ക് നീങ്ങുന്നത്. റദ്ദാക്കിയ ബ്രിട്ടീഷ് പൗരത്വം തിരികെ ലഭിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് ജിഹാദി വധുവിന്റെ കേസുമായി ഇവരുടെ അഭിഭാഷകർ മനുഷ്യാവകാശ കോടതിയെ സമീപിക്കുന്നത്. ഇനിയൊരു അപ്പീൽ നൽകാൻ കഴിയില്ല എന്ന് ലണ്ടനിലെ സുപ്രീം കോടതി ജസ്റ്റിസുമാർ പ്രഖ്യാപിച്ചതോടെയാണ് മറ്റു വഴികളില്ലാതെ സ്ട്രാറ്റ്ബർഗ് കോടതിയിൽ നിന്ന് മാറ്റം പ്രതീക്ഷിച്ച് ബീഗത്തിന്റെ അഭിഭാഷകർ തയ്യാറെടുക്കുന്നത്. തന്റെ പൗരത്വം റദ്ദാക്കിയതിനെതിരെ 24-കാരി സ്പെഷ്യൽ ഇമിഗ്രേഷൻ അപ്പീൽസ് കമ്മീഷനെ സമീപിച്ചുവെങ്കിലും ദേശീയ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ തള്ളിക്കളയുകയായിരുന്നു. 2015-ൽ 15 വയസ്സ് മാത്രമുള്ളപ്പോൾ ബ്രിട്ടനിൽ നിന്നും സിറിയയിലേക്ക് യാത്ര ചെയ്താണ് ബീഗം ഇസ്ലാമിക് സ്റ്റേറ്റിൽ എത്തിച്ചേർന്നത്. സിറിയൻ അഭയാർത്ഥി ക്യാമ്പിൽ കണ്ടെത്തിയതോടെയാണ് ഇവരുടെ പൗരത്വം റദ്ദാക്കുന്നത്. ഇന്നലെയാണ് UK-യിലെ പരമോന്നത കോടതി ബീഗത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ച വിധി പുറപ്പെടുവിച്ചത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.